കഴിഞ്ഞ ദിവസം IPC കുമ്പനാട് സഭാ ആസ്ഥാനത്ത് ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞിട്ട് മുൻവശത്തെ റോഡിൽ ഉപ്പ് വിതറി പ്രാർത്ഥന നടത്തി. ഇത് കുമ്പനാടൻ ശത്രു സംഹാര പൂജയാണോ എന്നാണ് പലരും ചോദിച്ചത്. ഉപവാസ പ്രാർത്ഥനയ്ക്കിടെ കുമ്പനാട്ടിലെ ചില അധമന്മാരായ പാസ്റ്റർമാർ ചേർന്നാണ് സ്തോത്രവും ഹല്ലേലൂയയും അന്യഭാഷകളും പറഞ്ഞ് കുമ്പനാട് ഗ്രൗണ്ടിലും ഗേറ്റിന്റെ ഇരുവശങ്ങളിലും റോഡിലും ഒക്കെ ഉപ്പ് വിതറിയതെന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞത്. കുമ്പനാട് ആസ്ഥാനത്തിന് പരിസരത്തുള്ള കച്ചവട സ്ഥാപനങ്ങളിലുള്ളവർ ഈ വിക്രിയകൾ കണ്ട് ചിരിച്ച് മണ്ണ് കപ്പി. അവരിൽ ചിലർ തന്നെയാണ് ഇതെന്താണ് നടക്കുന്നതെന്ന് അന്വേഷിച്ച് വിവരങ്ങൾ ശേഖരിച്ച് പലർക്കും പകർന്നു നൽകിയത്. കുമ്പനാട്ടിൽ അടിഞ്ഞുകൂടിയ കുറേ കുമ്പന്മാർ IPC സംഘടനയെ മൊത്തത്തിൽ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നാണ് വിശ്വാസികളുടെ സാക്ഷ്യം. പ്രാകൃതമായ ഇത്തരം വചനവിരുദ്ധ പ്രവൃത്തികളിലേക്ക് വിശ്വാസികളെ തള്ളിവിടുമ്പോൾ പെന്തക്കോസ്ത് നേരിടുന്ന അപജയം എത്ര ഭീകരമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. IPC ആസ്ഥാനം കുറുവാ സംഘത്തിന്റെ മാത്രമല്ല കൂടോത്ര സ്വാമികളുടെയും കേന്ദ്രമായി മാറിയോ? ഇത് ഞാൻ ചോദിച്ചതല്ല കേട്ടോ, മറ്റു പലരും ചോദിച്ചതാണ്. ആയില്ലെങ്കിൽ ഉടനെ ആകുമെന്നാണ് അവരൊക്കെ പറയുന്നത്. ഉപ്പ് വിതറൽ മാത്രമല്ല, പ്രാർത്ഥിച്ച് വെള്ളം കുടിപ്പിക്കുന്നതും ഉണ്ട്. ഈ അന്ധവിശ്വാസങ്ങളൊക്കെ പെന്തക്കോസ്തിൽ എവിടുന്ന് വന്നു എന്നാണ് മനസ്സിലാകാത്തത്. ഇനിയും ഇതുക്കും മേലെയുള്ള പല കൂടോത്രങ്ങളും വരാൻ ഇരിക്കുകയാണ്. അനുഗ്രഹ പ്രാർത്ഥന നടക്കുമ്പോൾ ആരുടെയോ ചന്തിക്ക് കട്ടുറുമ്പ് കടിച്ചു. അതറിഞ്ഞ് കുറിയാക്കോസ് പ്രഥമൻ മാർപ്പാപ്പ കൽപ്പിച്ചതനുസരിച്ച് കട്ടുറുമ്പിനെ തുരത്താൻ കുമ്പനാട് പ്രദേശം മുഴുവൻ ഉപ്പ് വിതറിയെന്നാണ് അടക്കം പറയുന്നത്. ഉപ്പ് വിതറൽ മാത്രമല്ല, പ്രാർത്ഥിച്ച് വെള്ളം കുടിപ്പിക്കുന്നത് ഉണ്ടെന്നാണ് ഒരു വിശ്വാസിയുടെ സാക്ഷ്യം കേട്ടത്. ഈ അന്ധവിശ്വാസങ്ങളൊക്കെ പെന്തക്കോസ്തിൽ എവിടെ നിന്ന് വന്നു എന്ന് CBI അന്വേഷിക്കണമെന്നാണ് വിശ്വാസികൾ ഒന്നടക്കം പറയുന്നത്. CBI അന്വേഷിച്ചാൽ അന്ധവിശ്വാസികളെ മാത്രമല്ല സാത്താൻ സേവകരെയും കണ്ടെത്താൻ കഴിയും. IPC സഭ ഇത്രയും തരംതാണ്. വാളെടുക്കുന്നവരെല്ലാം വെളിച്ചപ്പാടായി. ഒന്നിനൊന്നിനെ കണ്ടുകൂടാ. നേർക്കുനേരെ കണ്ടാൽ വാളെടുക്കും, വെട്ടുംകുത്തും നടക്കും. കുതികാൽ വെട്ടും തമ്മിലടിയും തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. ഇതാണോ പെന്തക്കോസ്ത് വിശ്വാസം? മ്ലേച്ഛം എന്നല്ലാതെ പിന്നെ എന്തു പറയാൻ?